സാറ് ഭരണഘടന ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അതിന് സമയമില്ല. കാരണം പ്രതിപക്ഷ നേതാവാണ്, നെഹ്റു കുടുംബമാണ്. പക്ഷേ ഇപ്പോൾ കോടതി ഒരു പിഴ നൽകിയിട്ടുണ്ട്. വെറും 200 രൂപ അതേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ വിലയായി പിഴ ചുമത്തിയിരിക്കുന്നത്. മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ 2022 സവർക്കറെ അപമാനിച്ചൊരു കേസാണ്. അദ്ദേഹത്തിനെതിരെ ഈ രാഹുൽ ഗാന്ധി നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന പതിവാണല്ലോ. അതുപോലെ ഒരു പരാമർശം നടത്തിയപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു അഭിഭാഷകൻ കേസുമായി മുന്നോട്ട് പോവുകയും ആ കേസിലാണ് ഇപ്പോൾ ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കുന്നത്. 200 പോയിട്ട് 5 പൈസ പോലും വിലയില്ലാത്ത രാഷ്ട്രീയവുമായിട്ട് നടത്തുന്ന ആളാണ് അദ്ദേഹം. ഇന്ത്യയെ അപമാനിക്കുകയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി അദ്ദേഹം തൻ്റെ പിതാമഹനായ ജവഹർലാൽ നെഹ്റുവിനെയും അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടി വിദേശത്ത് പോയിട്ട് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ഒക്കെ ഇടപെടണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ജോർജ് സോറോസ്, അതുപോലെ ഹിൻഡൻബർഗ്, അവരുടെ ഈ ആഗോള മാധ്യമങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്തതുപോലെ തന്നെ ഇന്ത്യയെ ദുർബലപ്പെടുത്തുവാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വീർ സവാർക്കർ എന്ന് പറയുന്ന വീര സ്വാതന്ത്ര്യ നായകനെ, അതുപോലെ ശിവജിയെപ്പോലുള്ള മഹാന്മാരെ ഒക്കെ അദ്ദേഹം അപമാനിക്കുകയും നിരന്തരമായിട്ട് അവർക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുകയും ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ ദേശീയ ബോധമുള്ള ജനങ്ങൾ അതിനുള്ള മറുപടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ടും പഠിക്കാതിപ്പോൾ ഭരണഘടന എടുത്തുയർത്തി കോമാളിത്തം കാണിക്കുന്ന, വഴിയോര കച്ചവടക്കാരെ പോലെ ഉയർത്തി കാണിക്കുന്ന, പ്രൊപ്പഗാൻഡിസ്റ്റുകളെ പോലെ ഭരണഘടന ഉയർത്തി കാണിക്കുന്ന, അതൊരിക്കലും വായിച്ചിട്ടില്ലാത്ത അദ്ദേഹം കോടതികളെ അപമാനിച്ചിരിക്കുകയാണ്. ഈ കോടതി എന്ന് പറയുന്നത് ഈ ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. കോടതിയെ ആദരിക്കുന്നതാണ് ഭരണഘടനയെ ആദരിക്കൽ. കോടതി അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ധിക്കരിച്ചുകൊണ്ട് അദ്ദേഹം പോകാതിരുന്നു. ഭരണഘടനയുടെ ലംഘനമാണ്, നിയമത്തിൻ്റെ ലംഘനം. അതിന് കോടതി, അദ്ദേഹം ഒരു സമൂഹത്തിന് മാതൃകയാകാനുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം ഈ പൊതുവെ എല്ലാവരും കളിയാക്കും പോലെ പപ്പുവാണെങ്കിലും, പക്ഷെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു പദവി ഉണ്ടല്ലോ, ഇന്ത്യ എന്ന വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. പപ്പുവാണെന്ന് താനെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. ഭരണഘടന ഉയർത്തിക്കാണിക്കുകയും കോടതികളെ, അല്ല, പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന പദവി ചെറുതല്ലോ. അദ്ദേഹം കഴിഞ്ഞ തവണ പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ കോടതിയുടെ പ്രതിനിധി വേണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതികളെ അദ്ദേഹം ബഹുമാനിക്കുന്നു എന്നുള്ളൊരു സെൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് നേരെ വിപരീതമാണ്. കോടതി വിളിച്ചിട്ട് പോവുകയും ചെയ്യുക, കോടതിയെ ധിക്കരിച്ച, കോടതി അലക്ഷ്യം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. 200 രൂപ ഒരു ടോക്കൺ ഫീസാണ്. ഗാന്ധി കുടുംബത്തിന് അവരെ അഴിമതിയിൽ കൂടി സമ്പാദിച്ച എത്രയോ കോടികളുണ്ട്. ഇത് പ്രശ്നമല്ല. എനിക്ക് സമയമില്ല. ഇയാൾ ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ അതോ സൂപ്പർ പ്രധാനമന്ത്രിയോ? ചുമ്മാ പറഞ്ഞുണ്ടാക്കുക. അല്ല, എൻ്റെ അമ്മൂമ്മയും അച്ഛനും എല്ലാം പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഞങ്ങളപ്പോൾ വേറിട്ട ഒരു ലെവലിലുള്ളവരാണ്. കോടതിയുടെ തന്നെ ഇറങ്ങേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നുള്ള ഒരു അഹങ്കാരവും ധിക്കാരവും ഇത് തന്നെയാണ് മൻമോഹൻ സിംഗിനോട്. പക്ഷേ ഈ അഹങ്കാരമായിരുന്നു അന്ന് മോദി സമുദായത്തെ അപമാനിച്ചപ്പോൾ കോടതി കൊടുത്തത്, ശിക്ഷ വിധിച്ചു. പിന്നീട് ആ വയനാട്ടിൽ MP സ്ഥാനവും ഒരു 6-7 മാസം അയോഗ്യനായിരുന്നു. അതെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ സവാർക്കറല്ല, മാപ്പ് പറയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സവാർക്കർ മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാലാകാലങ്ങളിൽ ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ പലരും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചരിത്രം അറിയാഞ്ഞിട്ട് മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ബോവർ യുദ്ധ സമയത്ത് അവിടുത്തെ അന്നാട്ടുകാർ ഡച്ചുകാർക്കെതിരെ നടത്തിയ യുദ്ധം വന്നപ്പോൾ ഗവൺമെൻറ്റിനോടൊപ്പം യൂറോപ്യന്മാരോടൊപ്പം നിൽക്കുകയാണ് മഹാത്മാഗാന്ധി ചെയ്തത്. 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുക ഇന്ത്യക്കാരായിട്ടുള്ള എത്രയോ പട്ടാളക്കാരാണ് യുദ്ധത്തിൽ മരിച്ചത്. ആ യുദ്ധത്തിൻ്റെ സ്മാരകമാണ് നമ്മൾ പാളയത്ത് അവിടെ നിൽക്കുന്നത്. അല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു സ്തൂപമല്ലാതെ അവിടെ നിൽക്കുന്നത്. നമുക്കറിയാം എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. അജ്ഞാതരായ എത്രയോ ഭാരതീയർ, ഭടന്മാർ മരിച്ചിട്ടുണ്ട്. 2-ാം ലോക മഹായുദ്ധത്തിലും ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അന്ന് വീര സുഭാഷ് ചന്ദ്രബോസാണ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്ത് ജർമ്മനിയോടൊപ്പം നിന്നുകൊണ്ട് ആസാദ് ഹിന്ദ് ഫൗജ് എന്ന് പറയുന്ന സേനയുണ്ടാക്കിക്കൊണ്ട് ബർമയുടെ തീരത്ത് വന്നത്. ബർമയുടെ തീരത്തുകൂടി അദ്ദേഹം ആൻഡമാൻ നിക്കോബാറിലേക്ക് വന്നത്. അവിടെ ഇന്ത്യയുടെ പതാക, ഇന്ത്യ ഉയർത്തും മുമ്പേ ആദ്യമായിട്ട് പതാക ഉയർന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലാണ്. ഇന്ത്യയുടെ അടുത്ത് വന്നു. ദൗർഭാഗ്യവശാൽ അമേരിക്ക ഉയർത്തിയ ആണവ ബോംബിൻ്റെ ഭീകരതയിൽ യുദ്ധം അവർ ജയിച്ചതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇന്ത്യ അതിനു മുമ്പേ മഹാത്മാഗാന്ധി ആയിട്ടുള്ള ചർച്ചകളിൽ തുടർന്ന്
സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യം ഈ നേടുമായിരുന്നു. നെഹ്റു കുടുംബത്തിലെ മറ്റാർക്കും ഈ സവർക്കറിനോട് ഈ വിരോധമില്ലല്ലോ. കാരണം ഈ ഇന്ദിരാഗാന്ധി ആയാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അന്ന് സാറ് സൂചിപ്പിച്ചതുപോലെ ആൻഡമാൻ നിക്കോബാർ ജയിലിനെല്ലാം പേര് നൽകിയിട്ടുണ്ടല്ലേ, സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് സാറ് പറഞ്ഞതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് പലരും ഇദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഈ രാഹുൽ ഗാന്ധിക്ക് ഈ ചൊറിച്ചിൽ? ഇത് ആരെ തൃപ്തിപ്പെടുത്തുവാനാണ് ഈ ചൊറിച്ചിൽ? അവരുടെ ഉപദേഷ്ടാവ് KC വേണുഗോപാലും ജയറാം രമേശും ആയിരുന്നില്ല, സാംബിത് റോയയും ആയിരുന്നില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അതുകൊണ്ടാണ് കുറച്ച് വിവരമുള്ളവരുണ്ടായിരുന്നു, PN ഹക്സറിനെ പോലെ, ഡോക്ടർ അലക്സാണ്ടറെ പോലെ വിവരമുള്ളവരുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാൻ. ആ വിവരമില്ലെങ്കിൽ ഈ വിവരദോഷം അവരും കാണിച്ചു തരും. ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാരാണ് KC വേണുഗോപാൽ, ജയറാം രമേശ്, ഇതിന് കൈയടിക്കാൻ ഇങ്ങനെയൊക്കെ സാംബിത് റോയ പോലുള്ള വിവരദോഷികളാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ വിവരദോഷം ഇതിനപ്പുറം ഒന്നും സ്വന്തമായിട്ടൊന്നും തലയ്ക്കകത്ത് അദ്ദേഹത്തിന് ഇല്ലത്. അദ്ദേഹത്തിനെ അതുകൊണ്ടാണല്ലോ പപ്പു എന്ന് വിളിച്ചത്. അവിടുന്ന് വളരെ ദൂരമൊന്നും അദ്ദേഹം മുന്നേറിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. തന്നെയല്ല പറയുമ്പോഴും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണ്. തന്നെയല്ല, നരേന്ദ്രമോദി പറഞ്ഞ പോലെ അദ്ദേഹം ഒരു നഗര നക്സലൈറ്റാണ്. വിഗ്രഹങ്ങളെല്ലാം തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യ ഏറ്റവും ആരാധിക്കുന്ന, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വളരെ ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തി. അതുപോലെ തന്നെ ഔറംഗസീബിനെ പോലും തോൽപ്പിക്കാൻ കഴിഞ്ഞ ഒരു വീരവിജയ്. അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ ഇന്ത്യയുടെ ദേശീയത വിഗ്രഹങ്ങളാണ്. ആ ദേശീയതയുടെ വിഗ്രഹങ്ങളെ ഓരോന്നായിട്ട് തകർത്ത് ഇന്ത്യയുടെ ദേശീയത ഇല്ലാതാക്കുക എന്നാണ് സാംബിത് റോയയും ജോർജ് സോറോസും ഇദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നത് ഇന്ത്യയിലെ മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ചെയ്തത് ജാതികളെ തമ്മിൽ അടുപ്പിച്ച് ഇന്ത്യയുടെ ദേശീയത തകർക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെയുള്ള പല നിലപാടുകളും അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. സംശയകരമായിട്ടുള്ള ഒരു പാകിസ്ഥാൻ ചാരനാണോ എന്ന് പോലും സംശയം ജനിപ്പിക്കുന്ന, നമ്മൾ പറയുന്നതിലാണെന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഒരു MP എന്നുള്ള നിലയിൽ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തനിക്ക് കിട്ടാതെ പോയ പ്രധാനമന്ത്രി പദത്തെ ചൊല്ലി മോദിയെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നുള്ളതാണ്. ഇൻ്റലിജൻസ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിച്ചപ്പോഴും അതിനെപ്പറ്റി നല്ലൊരു വാക്ക് പറയാതെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇന്ത്യ രോമാഞ്ചം കൊണ്ടപ്പോഴും അതിൽ സംശയം പ്രകടിപ്പിച്ച, ഏതു കാര്യത്തിനും അന്ധമായി മോദിയെ എതിർക്കുന്ന ഒരു വെസ്റ്റേണൈസ്ഡായിട്ടുള്ള ഒരാൾ കാണിക്കുന്ന ആ സംസ്കാരം പോലും ശശി തരൂരിന് അതുണ്ട്. അതുപോലും കാണിക്കാത്ത, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരാളാണ്. ഞാൻ സ്നേഹക്കടയാണ് തുറന്നു വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അദ്ദേഹം വിഷത്തിൻ്റെ കട ആണ് തുറന്നു വച്ചിരിക്കുന്നത്, വിദ്വേഷത്തിൻ്റെ കടയാണ് തുറന്നു വച്ചിരിക്കുന്നത്. മോദിക്കെതിരെ, ഇന്ത്യക്കെതിരെയുള്ള വിദ്വേഷമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. കോൺഗ്രസ്സുകാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നതില്ല എന്നുള്ളത് അതിനേക്കാൾ സങ്കടകരമായിട്ട്. അല്ല, അതുകൊണ്ടാണ് ഈ പാർട്ടി ഗതിയിലോട്ട് പോയത്. ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുക എന്നത് കോൺഗ്രസിന് ശീലമായി മാറിയിരിക്കുകയാണ്. അതെ, ആണെങ്കിൽ ഈ അടുത്തത് നമ്മൾ ജയിക്കും, മോദി പൊട്ടും എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഉപദേഷ്ടാക്കൾ ആ ആവേശത്തിൽ പിന്നെയും ഇയാൾ കിടന്ന് തരികിട കളിക്കുക. വളരെ സങ്കടപരമായി. ഇപ്പോൾ ശശി തരൂരൊക്കെ നേരിയ പതുക്കെയാണെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബുദ്ധിജീവികളൊക്കെ നേരത്തെ പോയി കഴിഞ്ഞു. വിഡ്ഢികളുടെ ഒരു കോൺഗ്രസ് ആയിട്ട് ഇതിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുക. അതിൻ്റെ ഫലങ്ങളാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.